ലോകത്തെമ്പാടും ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. കേരളത്തിലും വിവിധയിടങ്ങളിൽ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ഫോർട്ട് കൊച്ചിയിലാണ് ഏറ്റവും വലിയ പുതുവത്സരാഘോഷം ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ നടക്കാറുള്ളത് പതിവായി. പുതുവത്സരാഘോഷം പ്രമാണിച്ച് കൊച്ചിയിൽ കർശനമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ മാത്രം 1000 പോലീസുകാരെ നിയോഗിക്കും. പുതുവത്സരാഘോഷ തിരക്ക് പ്രമാണിച്ച് പാർക്കിങ്ങിന് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 18 ഗ്രൗണ്ടുകളിലായാണ് പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഫോർട്ട് കൊച്ചിയിൽ നിന്നും. ഡാനി, വലിയ ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. പ്രത്യേകിച്ചും ഫോർട്ട് കൊച്ചി, നമുക്കറിയാം പപ്പാഞ്ഞിയെ കത്തിക്കുന്നതടക്കം വലിയൊരു ആഘോഷത്തിന്റെ നിറവിലാണ് കൊച്ചിയും പരിസര പ്രദേശങ്ങളുമൊക്കെ. പക്ഷെ അവിടെ ഈ സുരക്ഷ ഒരു പ്രധാന വെല്ലുവിളിയാണ്. അതിൻ്റെ എല്ലാവിധ ഒരുക്കങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഫോർട്ട് കൊച്ചി എങ്ങനെയാണ് ഈ പുതുവത്സരാഘോഷത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്? പോലീസിന്റെ സുരക്ഷ എങ്ങനെയാണ് ഡാനി? ഏറ്റവും കർശനമായ സുരക്ഷ, അതോടൊപ്പം തന്നെ കുറ്റമറ്റ നിരീക്ഷണം, ഇതിനെല്ലാം തന്നെ കരുതൽ കൊടുത്തുകൊണ്ടാണ് പോലീസ് ഈ ദിവസത്തിലേക്ക് കടക്കുന്നത് എന്നാണ്. വലിയ ഗൃഹപാഠം ഇതിലേക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു എന്നതാണ് ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിപുലമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഫോർട്ട് കൊച്ചി മേഖലയിൽ എമ്പാടുമായിട്ട് തന്നെയുണ്ട്. നമ്മളുള്ളത് ഈ ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിലാണ്. സാധാരണഗതിയിൽ പരേഡ് ഗ്രൗണ്ടിലാണ് പാപ്പാഞ്ഞിയെ കത്തിക്കുക എന്ന രീതിയിൽ ആഘോഷ പരിപാടികളെല്ലാം തന്നെ വിപുലമായി നടക്കുന്നത്. പക്ഷെ ഇത്തവണ അത് വെളി ഗ്രൗണ്ടിലേക്ക് മാറുന്നു എന്നതല്ല, വെളി ഗ്രൗണ്ടിലും ഇതുപോലെ ഒരു പപ്പാഞ്ഞിയെ കത്തിക്കൽ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇത്തവണ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ മൻമോഹൻ സിംഗിന്റെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് പരേഡ് ഗ്രൗണ്ടിലെ ആഘോഷ പരിപാടികൾ അത് സർക്കാർ കൂടി ജില്ലാ ഭരണകൂടം കൂടി ഇടപെടുന്നതുകൊണ്ട് അത് ദുഃഖാചരണത്തിന്റെ ഭാഗമായത് വേണ്ട എന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. തുടർന്നാണ് വെളി ഗ്രൗണ്ടിന് ഇതിൽ ആദ്യഘട്ടത്തിൽ അനുമതി നൽകിയിരുന്നില്ല. പിന്നീട് കോടതി മുഖാന്തരം സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് ഇവിടെ പപ്പാഞ്ഞിയെ കത്തിക്കാമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നു. അതിനുശേഷം അനുമതി നൽകുകയും ചെയ്തു. ഗാലാഡി കൊച്ചി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ ഇവിടെ നടക്കുകയും ചെയ്യുന്നത്. ഇതിപ്പോൾ കൂറ്റൻ പപ്പാഞ്ഞിയെ അടക്കം ഇവിടെ എല്ലാം തന്നെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു. ഇന്ന് വൈകിട്ട് ആഘോഷങ്ങളിലേക്ക് ഫോർട്ട് കൊച്ചി കടക്കുകയും ചെയ്യുന്നു. വലിയ രീതിയിലുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ അവിടെ ഉണ്ട്, സജ്ജമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസ് 1000 പോലീസുകാരെയാണ് ഈ മേഖലയിൽ മാത്രമായിട്ട് വിന്യസിച്ചിട്ടുള്ളത്. കോടതി കൃത്യമായ രീതിയിൽ അത്തരം കാര്യങ്ങൾ നമ്മളോട് പറയുകയും ചെയ്തിരുന്നു. കാരണം ഇതിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കണം, ആ രീതിയിൽ മാത്രമേ ഈ പരിപാടി നടത്തിക്കൊണ്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് കൃത്യമായൊരു നിരീക്ഷണത്തിലേക്ക് വന്നിരിക്കുന്നത്. ഗാലഡി കൊച്ചിയുടെ സംഘാടകർ ഇവിടെ നമുക്കൊപ്പം ഉണ്ട്. ഏതായാലും ഇതിന്റെ ഒരു സംഘാടനത്തിലെ ഒരു മികവും കാര്യങ്ങളും എല്ലാം തന്നെ എടുത്തു പറയേണ്ടതാണ്. 1,00,000-ലധികം പേര് ഇവിടെ ഇന്ന് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാരിക്കേഡുകളെല്ലാം തന്നെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അതിൽ കൃത്യമായി ഓരോ ക്യൂബിക്കിളായിട്ട് തിരിച്ചുകൊണ്ട് അവരെ ഓരോ സെക്ടറുകളിലാക്കി മാറ്റി അവിടെ ഒരു നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്തു. അങ്ങനെ ഒരു പോലീസിന്റെ പൂർണ്ണമായൊരു മേൽനോട്ടത്തിൽ ഉത്തരവാദിത്തത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്കൊപ്പം ഇതിന്റെ മുഖ്യ സംഘാടകരിൽ ഒരാൾ, ഒപ്പം തന്നെ കൗൺസിലറായ ബെന്നി ചേരുന്നു. ബെന്നിച്ചേട്ടൻ, ഇത് ഫോർട്ട് കൊച്ചിക്ക് ഒരുപക്ഷെ ഇത്തവണ ഇങ്ങനൊരു വലിയ ആഘോഷം ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിരുന്നിടത്തുനിന്നാണ് ഇങ്ങനെയൊരു പപ്പാഞ്ഞിയെ കത്തിക്കലും ആഘോഷ പരിപാടികളിലേക്കെല്ലാം വന്നത്. എന്തായാലും കോടതി ഒരു കർശന നിരീക്ഷണം കാര്യങ്ങളും എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളമായ ഇതിന്റെ ഒരു സജ്ജീകരണങ്ങൾ? 100% നമ്മളിപ്പോൾ കോടതി പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞു. ഫയർഫോഴ്സ് വന്നു കഴിഞ്ഞു. 44 ക്യാമറകൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞു. ഫെൻസിംഗ് പറഞ്ഞത്രയും കോടതി പറഞ്ഞത്രയും ഫെൻസിംഗ് ആയി കഴിഞ്ഞു. മെഡിക്കൽ ടീം വന്നു കഴിഞ്ഞു. പോലീസിന്റെ ഹെഡ് പോസ്റ്റ് സ്ഥാപിച്ചു കഴിഞ്ഞു. കോടതി എന്തെല്ലാമോ പറഞ്ഞു, ആ കാര്യങ്ങളെല്ലാം 100% നമ്മൾ ചെയ്തു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണറും ബഹുമാനപ്പെട്ട DCPയും ബഹുമാനപ്പെട്ട ഇവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ കിരൺ സാറും ഉൾപ്പെടെ ഇവിടെ വന്ന് രാവിലെ 3 തവണയായിട്ട് അവർ വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അവർ 100% സാറ്റിസ്ഫാക്ഷൻ ആണെന്നാണ്. അപ്പോൾ എന്തായാലും ഞാൻ എത്രയും ഇത് പറഞ്ഞാലും നമുക്കൊരു 80,000 മുതൽ 1,00,000 പേര് വരെ വളരെ കംഫർട്ടബിൾ പൊസിഷനിൽ നമുക്ക് ഇത് ചെയ്യാൻ കഴിയും. പാർക്കിംഗ് സൗകര്യങ്ങളും പാർക്കിംഗ് നിയർ ഇപ്പോൾ ഈ ഗ്രൗണ്ടിന്റെ തൊട്ടടുത്ത് തന്നെ
ഒരു EMGHS വേളി ഗവൺമെന്റ് സ്കൂളുണ്ട്, അവരുടെ പെർമിഷൻ മേടിച്ചിട്ടുണ്ട്. അവിടെ ഏകദേശം ഒരു 300ഓളം കാറുകളും ഒരു 500ഓളം ബൈക്കുകളും നമുക്ക് കിടക്കാൻ കഴിയും. തുടർന്ന് പള്ളത്തരാമന്റെ ഗ്രൗണ്ട് ഉണ്ട്. തുടർന്ന് കൊച്ചിൻ കോളേജിന്റെ ഗ്രൗണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പപ്പങ്ങാമുക്കിൽ ബഹുമാനപ്പെട്ട CC ഗ്രൂപ്പിന്റെ സ്ഥലം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആഘോഷങ്ങളില്ലാതെ ഈ ദിവസം ആഘോഷങ്ങളില്ലാതെ കൊച്ചിക്ക് കടന്നു പോകാൻ കഴിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മൻമോഹൻ സിംഗ് സാറിന്റെ നിര്യാണം ഇതാ നമുക്ക് വല്ലാത്ത ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അനുശോചനങ്ങൾ നടത്തി നമ്മളൊരു പ്രൈവറ്റ് സെക്ടറാണ്. ഇപ്പൊ പ്രളയകാലത്ത് കോവിഡ് കാലത്ത് എല്ലാം ഏറ്റവും സ്വിംഗായി അങ്ങ് അന്വേഷിച്ചാൽ മനസ്സിലാവും. പൊതുസമൂഹത്തിന് ഏറെ സഹായിച്ച ഒരു സംഘടനയാണ് ഗാലാഡി. അപ്പോൾ എല്ലാവരുടെയും ഒരു സഹായ സഹകരണങ്ങൾ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും ടോം, അദ്ദേഹം പറഞ്ഞത് ഈ ദിവസങ്ങളിലേക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയാണ്. കാരണം വലിയ രീതിയിൽ കോടതി ഇടപെടലും കാര്യങ്ങളും എല്ലാം ഉണ്ടായി. കഴിഞ്ഞ തവണ പപ്പാഞ്ഞിയെ കത്തിക്കാൻ ഇവർക്ക് അനുമതി ലഭിച്ചിരുന്നില്ല. പപ്പാഞ്ഞിയുടെ ആ രൂപം ഉയർത്തുന്നതിന് മാത്രമായിരുന്നു അനുമതി ഉണ്ടായിരുന്നത്. ഇത്തവണ സാധാരണ രീതിയിൽ നടക്കുന്ന പപ്പാഞ്ഞിയെ കത്തിക്കുന്ന ആ പരേഡ് ഗ്രൗണ്ടിലും ഇത്തവണ പപ്പാഞ്ഞിയെ ഉയർത്തിയിട്ടുണ്ട്. അതൊരു പ്രതീകാത്മകമായിട്ട് ആ രീതിയിൽ എല്ലാ വർഷവും ചെയ്യുന്നു. പക്ഷേ പപ്പാഞ്ഞിയെ കത്തിക്കുന്നില്ല എന്നവർ പറഞ്ഞിരിക്കുന്നു. ഒപ്പം വിപുലമായി സംഘടിപ്പിക്കുന്ന കൊച്ചിൻ കാർണിവൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പുതുവത്സര ഒരു ഘോഷയാത്രയുണ്ട്. അത് നിരവധി നിശ്ചല ദൃശ്യങ്ങളെല്ലാം അടങ്ങി. അത് 2-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ഈ ദിവസങ്ങളിലേക്കെല്ലാം തന്നെ ഫോർട്ട് കൊച്ചി പരിപൂർണമായിട്ടും തന്നെ നിരീക്ഷണത്തിൽ തന്നെയാണ്, പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്. ഇവിടെ എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചു എന്നതുകൊണ്ട് മാത്രം ഈ ദിവസത്തെ മാത്രം കാര്യമല്ല, മറ്റു ദിവസങ്ങളിലും എല്ലാം തന്നെ ഈ ഒരു വീക്ക് മുഴുവനായിട്ട് തന്നെ പോലീസ് ഇവിടെ ശ്രദ്ധിക്കുന്നു. മറൈൻ പോലീസിന്റെ സഹായമെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ മദ്യവും മയക്കുമരുന്ന് ഉപയോഗിച്ച് ഈ പാർട്ടികൾക്കും കാര്യങ്ങൾക്കും എത്തുന്നവരെ അവരെ നിരീക്ഷിക്കാൻ പ്രത്യേക സൺസെറ്റ് സ്ക്വാഡ് അടക്കം വിപുലമായിട്ട് രംഗത്തിറക്കിയിട്ടുണ്ട്. അങ്ങനെ കർശന നിരീക്ഷണത്തോടുകൂടി തന്നെയായിരിക്കും ഈ പുതുവത്സര രാത്രിയിലേക്ക്. അതാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം കൊച്ചി രാത്രി സമയങ്ങളിൽ കൊച്ചിയിലെ പലയിടത്തും ഈ ലഹരി സംഘങ്ങളുടെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം നടക്കാറുണ്ട്. മുൻപത്തെ വർഷങ്ങളിലൊക്കെ ഇതുപോലെ കർശനമായ നടപടി പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ലഹരി ഉപയോഗിച്ച് വരുന്നവരെയൊക്കെ എങ്ങനെയായിരിക്കും പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുക? അവരെങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുക? 1000ഓളം പോലീസുകാരെ പലയിടത്തുമായി വിന്യസിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഈ വാഹനങ്ങളുടെ ക്രമീകരണം, അതോടൊപ്പം ഈ പരിശോധന, മദ്യപിച്ചിട്ടുണ്ടോ തുടങ്ങിയ പരിശോധന നടത്തുക, മറ്റേതൊക്കെ ചുമതലകളാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്? പുതുവത്സരാഘോഷത്തിന്റെ നിറവിലാണ് ലോകം. ഫോർട്ട് കൊച്ചിയിൽ വലിയ ആഘോഷങ്ങൾ ഒരുങ്ങാൻ പോകുന്നു. അതിനുവേണ്ടിയുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ നടക്കുന്നു. 1,00,000-ഓളം പേർ ഈ ആഘോഷത്തിൽ, ഫോർട്ട് കൊച്ചിയിലെ പുതുവത്സരാഘോഷത്തിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ നൽകുന്ന വിവരം. ഡാനി, 1,00,000-ഓളം പേർ പങ്കെടുക്കും. നമുക്കറിയാം കൂടുതലും അത് ചെറുപ്പക്കാരായിരിക്കും. ഈ ആഘോഷത്തിനിടെ ഏതെങ്കിലും വിധത്തിലുള്ള സംഘർഷങ്ങൾക്ക് പോലും ചിലപ്പോൾ സാധ്യതയുണ്ട്. പക്ഷെ അവിടെ പോലീസിന്റെ കർശനമായ പരിശോധന, സുരക്ഷ ഉണ്ടാകുമെന്ന് പറയുന്നു. ഈ ലഹരി സംഘങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ എങ്ങനെയായിരിക്കും പോലീസ് നടപടികൾ സ്വീകരിക്കുക? ടോം, ഇവിടെ ഈ ഭാഗത്തേക്ക് നോക്കൂ. ഇവിടെ ഏതാണ്ട് 1,00,000-ഓളം പേരെ ഉൾക്കൊള്ളാവുന്ന രീതിയിൽ ഇവിടെ ബാരിക്കേഡുകളടക്കം സജ്ജമാക്കിയിട്ടുണ്ട്. അത് ഈ ഗ്രൗണ്ടിലേക്ക് വരുന്ന ആളുകളെയാണ്. അത് പൂർണ്ണമായും പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും ഇതിനകത്തെ കാര്യങ്ങളെന്ന് പോലീസ് ഉറപ്പു നൽകുന്നുണ്ട്. ഈ പരിസരത്ത് ഏതാണ്ട് 1000-ഓളം പോലീസുകാരെ ഈ രീതിയിൽ വിന്യസിക്കും. ഈ ആഘോഷങ്ങൾ അതിരുവിടാതെ സൂക്ഷിക്കുക എന്നത് തന്നെയാണ് പോലീസ് ശ്രദ്ധിക്കുന്നത്. നിയന്ത്രണം എന്ന് പറയുമ്പോൾ കർശനമായി അങ്ങനെ എല്ലാ ആഘോഷവും നിയന്ത്രിക്കുക ആ രീതിയിലേക്കല്ല, പക്ഷെ അത് അതിരുവിടാതെ സൂക്ഷിക്കുക എന്നാണ് പോലീസ് നിർദ്ദേശിക്കുക. ഒരു ഉപദേശത്തിന്റെ മാതൃകയിൽ തന്നെ അത് ചെയ്യുന്നു. ഒപ്പം തന്നെയും ഈ പ്രത്യേക സ്ക്വാഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ മദ്യപിച്ച വാഹനം ഓടിക്കുക, അതോടൊപ്പം തന്നെ ഇവിടെ പൊതുനിരത്തിലേക്ക് എത്തുക തുടങ്ങിയ ആളുകളെ എല്ലാവരെയും തന്നെ നിരീക്ഷിക്കുക എന്ന് അത് തന്നെയാണ് കൂടുതലായിട്ടും ഉദ്ദേശിക്കുക. അങ്ങനെ പ്രത്യേക സ്ക്വാഡിനെ വഴിയിലും അതോടൊപ്പം തന്നെ ഇതിനകത്തും എല്ലാം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. അവരായിരിക്കും അത്തരം കാര്യങ്ങൾ കൂടുതൽ അവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവൃത്തി ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ പരിസരത്ത് നമുക്കറിയാം ഫോർട്ട് കൊച്ചിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്തേക്ക് ഇനിയിപ്പോൾ ഒരു 4 മണി മുതൽ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകുക എന്നത് കുറച്ച് പാടാണ്. ഈ
ആഘോഷങ്ങൾക്ക് ശേഷം തിരിച്ചു പോകാം. കിലോമീറ്ററുകളോളം നടന്ന് മാത്രം ഇതിന് പുറത്തേക്ക് തോപ്പുംപടി അവിടെയെങ്കിലും എത്തിപ്പെട്ടാൽ മാത്രമേ പുറത്തേക്ക് പോകാനായിട്ടുള്ള ഒരു വാഹന സൗകര്യങ്ങളെല്ലാം തന്നെ ലഭ്യമാകുക. രാത്രിയാകും തോറും ഇവിടേക്കുള്ള വരവും തിരിച്ചു പോക്കും എല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. പൊതുഗതാഗത സംവിധാനങ്ങൾ ഏതാണ്ട് 4 മണിയോടുകൂടി അവസാനിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം സ്വകാര്യ വാഹനങ്ങൾക്ക് മാത്രമായിരിക്കും ഇതുവഴി ഇതിലേക്ക് പോവുക. എന്നാൽ തിരിച്ചു പോകുമ്പോൾ അതിന് തക്കതായ കുറേ സജ്ജീകരണങ്ങളും പോലീസ് തന്നെ നേരിട്ട് ഇടപെട്ട് ചെയ്യുന്നുണ്ട്. റോറോ സർവീസ് ഉണ്ട്, റോറോ ജങ്കാർ സർവീസ് ഉണ്ട്, ബോട്ട് സർവീസിനുള്ളിൽ സജ്ജമായിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2 മണിവരെയും കൊച്ചി മെട്രോ തിരിച്ച് സർവീസ് ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ആ രീതിയിലുള്ള ഒരു ഗതാഗത ക്രമീകരണങ്ങൾ ഇതിന് ശേഷവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം പോലീസ് ഇടപെട്ടുകൊണ്ട് ചെയ്യുന്നതാണ്. കാരണം ഇവിടെ വന്നാൽ മാത്രം പോരാ, ഈ ആഘോഷങ്ങൾക്ക് ശേഷം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയും വേണം. കാരണം നമുക്കറിയാം, നമുക്ക് മുന്നിൽ 2 വർഷം മുൻപുള്ള ഒരു ന്യൂ ഇയർ ഉണ്ട്, ആ ഒരു രാവുണ്ട്. അന്ന് നിരവധി പേരാണ് ഇവിടെ ഈ തിക്കിലും തിരക്കിലും പെട്ട ആശുപത്രിയിൽ ആയത്. അവർക്ക് ശ്വാസതടസ്സം അടക്കം അനുഭവപ്പെട്ടു. കടുത്ത പൊടിയും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ അതൊന്നും ആവർത്തിക്കാതിരിക്കുന്നതിന് പോലീസ് ജാഗരൂകരായി തന്നെയാണ് അതിൽ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ എല്ലാം സൂചിപ്പിച്ചതുപോലെ കർശന പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഫോർട്ട് കൊച്ചിയുള്ളത്. പുതുവത്സരത്തെ ആഘോഷിക്കാൻ ലോകമൊരുങ്ങുന്നു, ഫോർട്ട് കൊച്ചിയും ഒരുങ്ങുന്നു. പക്ഷെ ആഘോഷങ്ങൾ അതിരുവിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം ഈ മദ്യവും ലഹരിയുമൊക്കെ ഉപയോഗിച്ച് ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എത്തുന്നവരെ പോലീസ് കൃത്യമായും നിരീക്ഷിക്കുക.